ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്താ വിഷയമായിട്ട് ഉള്ളത്, പ്രിയരെ, ദൈവത്തെ കൊള്ളയടിക്കരുതേ എന്നുള്ള തലവാചകമാണ്. ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം കാണുന്നു. മലാഖി 3:9 അത് ഇപ്രകാരമാണ് വായിക്കുന്നത്: നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവത്തെ ആർക്കെങ്കിലും കൊള്ളയടിക്കാമോ? സ്വർഗത്തിൽ ദൈവം തന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: നിങ്ങൾ ഈ ജാതി മുഴുവൻ എന്നെ കൊള്ളയടിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാണ്. ദൈവത്തെ നമുക്ക് എങ്ങനെ കൊള്ളയടിക്കാൻ കഴിയും? ഇവിടെ ഏത് കാര്യത്തിലാണ് മനുഷ്യന് ദൈവത്തെ കൊള്ളയടിക്കാവുന്നത്? തിരുവചനം പറയുന്നു, ദശാംശത്തിലും വഴിപാടിലും തന്നെ. ദശാംശം നമ്മൾ തിരികെ നൽകണം എന്നുള്ളത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. ദശാംശം നമ്മൾ കൊടുക്കുകയല്ല, പിന്നെയോ അത് ദൈവത്തിന് തിരികെ നൽകുകയാണ്. കാരണം ദശാംശം ദൈവത്തിന് വിശുദ്ധമാണ്. എന്നാൽ നമ്മുടെ വഴിപാടുകൾ അല്ലെങ്കിൽ കാണിക്കകൾ അത് നാം കൊടുക്കുന്നതാണ്, നമ്മുടെ സ്വമേധാ ദാനമാണ്. നാം ദൈവത്തിന് ഹൃദയം കൊണ്ട് ദൈവത്തോടുള്ള നന്ദി അർപ്പിക്കുന്നതാണ് നമ്മുടെ കാണിക്കകൾ. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അവിശ്വസ്തരാകരുത്. ദൈവത്തിന്റെ വചനം പറഞ്ഞ ഈ ജാതി മുഴുവൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ജനവും ദൈവത്തെ കൊള്ളയടിക്കുന്ന. പ്രിയ മക്കളെ, ഞാൻ ദൈവത്തെ കൊള്ളയടിക്കുന്നവനാണോ എന്ന് ചിന്തിക്കുന്നുള്ള ഒരു അവസരമാണിത്. ഞാൻ ദശാംശം മുഴുവൻ ദൈവസന്നിധിയിൽ തിരികെ അർപ്പിക്കുന്നുണ്ടോ? തിരുവചനം പറയുന്നത് ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിൽ കൊണ്ടുവരാനാണ്. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ദശാംശമൊക്കെ അവർക്ക് കൊടുക്കണ്ട, കാരണം അവര് അത് ദുർവിനിയോഗം ചെയ്യുന്നവരാണ്. പ്രിയ ദൈവമക്കളെ, തിരുവചനം പറയുന്നത് അവർക്ക് കൊടുക്കണ്ട, അത് സത്യമോ? പാസ്റ്റർമാർക്കോ അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിനോ കൊടുക്കണ്ട. എന്നാൽ സ്വർഗത്തിൽ ദൈവത്തിന് വചനം പറയുന്നത് നിങ്ങൾ ദശാംശം മുഴുവൻ ദൈവത്തിന്റെ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരാൻ. ദൈവത്തിന്റെ ഭണ്ഡാരം എവിടെയാണ്? നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ദൈവത്തിന്റെ മഹത്വത്തിനായി നമ്മൾ ഈ ദശാംശ അർപ്പണം നടത്തുന്ന നമ്മുടെ സഭകളിലാണ്. അതിനുശേഷം അത് ദൈവത്തിന്റെ ഭണ്ഡാരത്തിലേക്ക്, അത് സെക്ഷൻ തലത്തിലേക്ക് അത് പോകുന്നു. അത് ദൈവത്തിന്റെ ഭണ്ഡാരമാണ്. അവിടെ നിന്നാണ് മറ്റ് കാര്യങ്ങൾക്കായി ആ ദശാംശം വിനിയോഗിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും ഭൂമിയിലെ മനുഷ്യന് വേണ്ടി ദശാംശം കൊടുക്കുന്നു എന്ന് ചിന്തിക്കരുത്. നമ്മൾ ദശാംശം ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ ഭണ്ഡാരത്തിലേക്കാണ്. അതിനുശേഷം അവരെന്താണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ദുർവിനിയോഗം ചെയ്യുന്നുണ്ടോ, ഇതുപോലുള്ള കാര്യം നോക്കേണ്ടത് ദൈവമാണ്. അത് ദൈവം നോക്കിക്കോളും. കാരണം മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. സ്വർഗത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ വിശ്വസ്തരാണോ? നാം ദൈവം പറയുന്നത് അനുസരിക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള കാര്യം. അപ്പോൾ നാം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാം ശാപഗ്രസ്തരാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയും. ദൈവം പറയുന്നത് ചെയ്യുക. ഭൂരിഭാഗം ആളുകളും തിരുവചനപ്രകാരം ശാപഗ്രസ്തരാണ്. ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിൽ കൊണ്ടുവരുന്നില്ല. തിരുവചനം അങ്ങനെ പറയുന്നു. അപ്പോൾ ഭണ്ഡാരത്തിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരിക. അതിന് ശേഷം ഇങ്ങനെ എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിക്കും. യഥാർത്ഥത്തിൽ ദൈവത്തെ നാം പരീക്ഷിക്കരുത്. പക്ഷേ ദൈവം പറയുകയാണ്, നിങ്ങൾ ഇതിനാൽ എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ഈ ഒരു കാര്യത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയേ. അതായത് ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരിക. ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? ഒരു വലിയ അസാധാരണമായ അളവിലുള്ള ഒരു അനുഗ്രഹം ദൈവം
നമ്മുടെ മേൽ പകരുകയാണ്. ദൈവം പറയുന്നത്, എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ട നിങ്ങൾ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിൽ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലയോ, അല്ലെങ്കിൽ അനുഗ്രഹം പകരുകയില്ലയോ? പ്രിയ മക്കളെ, ഇങ്ങനെ സ്വർഗത്തിലെ ദൈവം നമ്മൾ അവിശ്വസ്തരാകരുതെന്നും നാം ശാപഗ്രസ്തരാകരുതെന്നും ഭൂരിഭാഗം ജനങ്ങളും ശാപഗ്രസ്തരാണെന്നും ഒക്കെയും നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഭണ്ഡാരത്തിലേക്ക് ദശാംശം മുഴുവൻ കൊണ്ട് വരണമെന്ന് ദൈവം പറഞ്ഞിരിക്കുകയാണെന്ന് പരീക്ഷിച്ചു നോക്കാനും പറഞ്ഞിരിക്കുകയാണ്. സ്വർഗത്തിന്റെ കിളിവാതിൽ നമുക്കായി തുറക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അനുഗ്രഹങ്ങൾ പകരുമെന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയ ദൈവങ്ങളെ, ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ ആളുകൾ ഒരല്പം ദശാംശം കൊണ്ട് കൊടുക്കും. പലപ്പോഴും ഈ അല്പം ദശാംശം എന്ന് പറയാൻ ഒക്കത്തില്ല. കാരണം ദശാംശം എന്ന് പേര് പറയണമെങ്കിൽ 10 ആയിരിക്കണം. അപ്പൊ ദശാംശത്തിന്റെ അംശം കൊടുത്താൽ ദശാംശമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദശാംശത്തിന്റെ അംശം കൊണ്ടുവരാൻ ദൈവം പറഞ്ഞിട്ടില്ല. കാരണം ഊനമുള്ളതാണത്. ഊനമുള്ളത് ദൈവസന്നിധിയിൽ ദൈവത്തിന് സ്വീകാര്യമേ അല്ല. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം നമ്മൾ പറയുന്നത്, ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിൽ കൊണ്ടുവരുവിൻ. ഭാഗികമായി കൊടുക്കുന്നവര് ശാപഗ്രസ്തരാണോ അനുഗ്രഹീതരാണോ? നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ എന്ത് പറയുന്നു? ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിൽ കൊണ്ടുവന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഭാഗികമായി കൊണ്ടുവരാൻ ദൈവം സ്വീകരിക്കുകയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇന്ന് ഭൂമി മുഴുവൻ പറയുന്ന ഒരു കാര്യം, എടുക്കുന്നതാണ് സമൃദ്ധി എന്നാണ്. അതുകൊണ്ടാണ് അനേകർ എടുക്കുന്നത്. പണം എടുത്ത് സമ്പന്നരാകാൻ ശ്രമിക്കുക. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം പറയുന്നത്, സ്വർഗത്തു നിന്നുള്ള ദൈവത്തിന്റെ അരുളപ്പാട്, കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാവും. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾ കളഞ്ഞു. പ്രിയ മക്കളെ, നമ്മളെ ദൈവം അളക്കുമ്പോൾ ഈ അല്പം ദശാംശം കൊണ്ട് കൊടുത്തിട്ട് നമ്മളെ ദൈവം അളന്നു നോക്കുമ്പോൾ അല്പമാണ് ദൈവസേനയെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ ഒരു അല്പം ഒരു പക്ഷേ നമുക്ക് കിട്ടിയെന്നിരിക്കും. യഥാർത്ഥത്തിൽ ദൈവത്തിന് സ്വീകാര്യമല്ല അല്പമായി കൊടുക്കുന്നത്. ദശാംശം മുഴുവൻ കൊടുക്കണം. ദശാംശം ഭാഗികമായിട്ട് കൊടുക്കരുത്. അത് ദൈവസേനയിൽ കൊണ്ടുവരരുത്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന് ഇഷ്ടമായിട്ടുള്ളത് ദൈവം പറഞ്ഞതുപോലെ ദശാംശം കൊടുക്കണം. 10 ദശാംശം. അത് നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് നാം എങ്ങനെയാണോ അളക്കുന്നത് അതുപോലെ നമുക്ക് അളന്നു കിട്ടും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഒന്ന് പരീക്ഷിച്ച് നോക്കുമോ? നമ്മൾ അങ്ങനെ പരീക്ഷിച്ച് നോക്കണം. അതോ നാം ദൈവത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുമോ? അങ്ങനെയെങ്കിൽ നാം ശാപഗ്രസ്തരാണ്. നാം ഒന്ന് ദൈവത്തെ പരീക്ഷിച്ച് ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിൽ കൊണ്ടുവന്നാൽ ദൈവം ധാരാളം അനുഗ്രഹങ്ങളെ നമുക്ക് പകരും. ഇവിടെ പറയുന്നത്, തിരുവചനം പറയുന്നത്, നിങ്ങൾ മനോഹരമായ ഒരു ദേശമായിരിക്കാൻ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാരെന്ന് പറയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. പ്രിയ മക്കളെ, നമുക്ക് ഭാഗ്യവാന്മാരായിരിക്കാം, അനുഗ്രഹീതരായിരിക്കാം. ദൈവത്തെ കൊള്ളയടിക്കാതെ ദൈവസന്നിധിയിൽ ദശാംശവും കാണിക്കകളും കർപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, അടികൾക്ക് അനുഗ്രഹങ്ങളെ തരുന്നത്, അടികൾ സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത് അടികളുടെ ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ട് അടികൾ കർത്താവെ, അടികൾ ദശാംശം മുഴുവൻ ദൈവസന്നിധിയിൽ തിരികെ അർപ്പിക്കുവാൻ കർത്താവടികളെ സഹായിക്കണമേ. അതുപോലെ അടികളെ കാണിക്കൽ, സ്വമേധാ ദാനങ്ങൾ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ അർപ്പിക്കുവാൻ അടികളെ സഹായിക്കണമേ. തൃക്കരങ്ങളിലേക്ക് അടികളെ ഏൽപ്പിക്കുന്നു. കർത്താവ് ആശീർവദിക്കണം, കർത്താവ് അനുഗ്രഹിക്കണം, കൃപകൾ അനുഗ്രഹങ്ങളൊക്കെ നൽകണം. ഇന്ന് ഈ തിരുവചന കേട്ട കർത്താവിന്റെ മക്കൾ എല്ലാവരും അനുഗ്രഹീതരായി തീരണം. കർത്താവിന്റെ വിശുദ്ധകരങ്ങൾ നിങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവിന് ധാരാളം അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് നിങ്ങളെ ഒരുക്കണം, അനുഗ്രഹിക്കണം. വിശുദ്ധിയോടെ ജീവിച്ച് കർത്താവിന്റെ മഹത്വപ്രതിയിൽ കർത്താവിനെ എതിരേറ്റ് കർത്താവുമായി നിത്യമായി ജീവിപ്പാൻ നിങ്ങളെ പ്രാപ്തരാക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമല്ലുമാറാകണമേ. ആമേൻ.
എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മളോട് ഇരിക്കുമാറാകട്ടെ. ആമേൻ.